നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. പട്ടയ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇടുക്കി ചൊക്രമുടി ഭൂമി കയ്യേറ്റം അന്വേഷണം പ്രഖ്യാപിച്ച് റവന്യൂ മന്ത്രി. വയനാട് ദുരന്തബാധിതരായ വിദ്യാർത്ഥികൾക്ക് മേപ്പാടി GHSSൽ ബദൽ വിദ്യാലയം ഒരുക്കി സർക്കാർ. നെടുമങ്ങാടിന് അഭിമാനമായി റവന്യൂ ടവർ ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി കെ രാജൻ. അണ്ടൂർക്കോണം നെയ്യാറ്റിങ്കര സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളായി തീർപ്പാകാതെ നിൽക്കുന്ന പട്ടയ കേസുകൾ പൂർണ്ണമായും ഈ സർക്കാരിന്റെ കാലത്തു തന്നെ തീർപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പട്ടയം, ഭൂമി തരംമാറ്റം, ഡിജിറ്റൽ സർവേ എന്നിവ സംബന്ധിച്ച ജില്ലാ കളക്ടർമാരുടെയും സബ് കളക്ടർമാർ, ഡെപ്യൂട്ടി കളക്ടർമാരുടെയും അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏകദേശം 40,000-ഓളം പട്ടയ കേസുകളാണ് സംസ്ഥാനത്ത് ഇനിയും തീർപ്പാക്കാനുള്ളത്. പഴയകാലത്ത് നിയമപരമായ അറിവില്ലായ്മ കൊണ്ടോ വ്യവഹാരങ്ങളിലെ താൽപ്പര്യക്കുറവ് കൊണ്ടോ ആണ് പലതും തീർപ്പാകാതെ കിടക്കുന്നത്. കേസുകളുടെ തൽസ്ഥിതി പരിശോധിക്കണം. ഇതിനായി എല്ലാ ഡെപ്യൂട്ടി കളക്ടർമാർ, LT തഹസിൽദാർമാർ എന്നിവരുടെ യോഗം ചേരാൻ മന്ത്രി ജില്ലാ കളക്ടർമാരോട് നിർദ്ദേശിച്ചു. ജില്ലകളിൽ ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ച് തയ്യാറാക്കിയ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കുള്ള പട്ടയങ്ങളുടെ വിതരണം സർക്കാരിന്റെ 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യും. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ 12-ന് കളമശ്ശേരിയിൽ നടക്കും. റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കമ്മീഷണർ A ഗീത എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കി ബൈസൺ വാലി വില്ലേജിൽ ചൊക്രമുടി ഭാഗത്തുൾപ്പെട്ട ഭൂമി അനധികൃതമായി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന പരാതിയിൽ അടിയന്തര ഇടപെടൽ നടത്തി റവന്യൂ മന്ത്രി കെ രാജൻ. വിഷയം സംബന്ധിച്ച് അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജില്ലാ കളക്ടറോട് മന്ത്രി ഉത്തരവിട്ടു. ഭൂമി കയ്യേറിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വ്യാജ പട്ടയങ്ങൾ കണ്ടെത്തിയാൽ അവർക്കെതിരെ ക്രിമിനൽ കേസുകൾ എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കയ്യേറ്റക്കാരോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു പോരുന്നത്. അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർമാരുടെ അന്വേഷണ റിപ്പോർട്ട് വന്നതിനു ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മുണ്ടക്കൈ, ചൂരൽമല ദുരന്ത മേഖലകളിൽ നിന്നുമുള്ള 607 കുട്ടികൾക്ക് മേപ്പാടിയിൽ അതിവേഗം ക്ലാസ് മുറികൾ ഒരുങ്ങി. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പുനഃപ്രവേശനോത്സവം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. നവീന സൗകര്യങ്ങളോടെ വെള്ളാർമല, മുണ്ടക്കൈ സ്കൂളുകൾ പുനർനിർമ്മിക്കുമെന്ന്, വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ട സ്കൂൾ കെട്ടിടങ്ങളും കളിസ്ഥലങ്ങളും ദുരിതാശ്വാസ പാക്കേജിൽ ഉൾപ്പെടുത്തി വീണ്ടെടുക്കുമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. മുണ്ടക്കൈ GLP സ്കൂളിലെ 61 കുട്ടികളും വെള്ളാർമല GVHSSലെ 546 കുട്ടികളുമാണ് മേപ്പാടിയിലെ പുതിയ ക്ലാസ് മുറികളിൽ പഠനം തുടരുക. ഇവർക്കായി മേപ്പാടി ഗ്രാമപഞ്ചായത്ത് APJ ഹാളിലും മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലുമാണ് ക്ലാസ് മുറികൾ തുറന്നത്. ദുരന്ത മേഖലയിലെ കുട്ടികളുടെ പഠനത്തിന് അതിവേഗം തയ്യാറായ ബദൽ സംവിധാനവും പുനഃപ്രവേശനോത്സവം നാടും ഏറ്റെടുക്കുകയായിരുന്നു. നിർമ്മാണം പൂർത്തിയാക്കിയ നെടുമങ്ങാട് റവന്യൂ ടവർ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നെടുമങ്ങാട് മണ്ഡലത്തിലെ നിയമസഭാംഗവും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുമായ GR അനിൽ യോഗത്തിൽ അധ്യക്ഷനായി. ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ ശേഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടയം നൽകിയത് 1ാം പിണറായി വിജയൻ സർക്കാരാണെന്നും അർഹരായ എല്ലാവർക്കും പട്ടയം നൽകുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ 32 പേർക്ക് പട്ടയവും വിതരണം ചെയ്തു. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്തത്. കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ 9.75 കോടി രൂപ ചെലവിട്ടാണ് പണി പൂർത്തീകരിച്ചത്. നെടുമങ്ങാട് റവന്യൂ ഡിവിഷണൽ ഓഫീസ്, താലൂക്ക് ഓഫീസ് എന്നീ ഓഫീസുകൾക്കായാണ് പ്രധാനമായും റവന്യൂ ടവർ നിർമ്മിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ അണ്ടൂർക്കോണം നെയ്യാറ്റിങ്കര സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു.
വില്ലേജ് ഓഫീസുകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത് അതുവഴി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിലെത്തിച്ച് പരിഹാരം കണ്ടെത്തുകയാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വകുപ്പിനെ ജനാധിപത്യവത്കരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അതിന്റെ ഭാഗമായാണ് വില്ലേജ് തല സമിതികളെന്നും മന്ത്രി വ്യക്തമാക്കി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ, K ആൻസലൻ MLA എന്നിവർ ചടങ്ങുകളിൽ അധ്യക്ഷരായിരുന്നു. 2021-22 പ്ലാൻ സ്കീം പദ്ധതി പ്രകാരം 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നെയ്യാറ്റിൻകര സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം പണിതത്. ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് നിർവഹണ ഏജൻസി. RKI പദ്ധതി പ്രകാരം 44 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അണ്ടൂർക്കോണ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം നിർമ്മിച്ചത്. കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രമാണ് നിർവഹണ ഏജൻസി. ചൂരൽമല ഉൾപ്പെടെ ദുരന്തബാധിത പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വൈത്തിരി താലൂക്കിലെ വായ്പകളിൽ മേലുള്ള റവന്യൂ റിക്കവറി നടപടികൾക്ക് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ഒരറിയിപ്പുണ്ടാകുന്നത് വരെ ജപ്തി നടപടികൾ നിർത്തിവെക്കുന്നതിനാണ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത്. കഴിഞ്ഞ ജൂലൈ മാസം നിയമസഭയിൽ അവതരിപ്പിച്ച് സഭ പാസാക്കിയ കേരള റവന്യൂ റിക്കവറി ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചത്. സാധാരണഗതിയിൽ ജപ്തി നടപടികൾ നേരിടുമ്പോൾ റവന്യൂ മന്ത്രിയുടെ ഉത്തരവിൽ ജപ്തി സ്റ്റേ ചെയ്തും കുടിശ്ശിക തുക തവണകളായി അടയ്ക്കാനും അനുമതി നൽകിയിരുന്നു. എന്നാൽ ചില ബാങ്കുകൾ കോടതിയിൽ പോവുകയും കോടതി സർക്കാരിന് ബാങ്കുകളുടെ ജപ്തി നടപടികൾ സ്റ്റേ ചെയ്യാനുള്ള അധികാരം ഇല്ല എന്നും വിധിക്കുകയുണ്ടായി. ആ പശ്ചാത്തലത്തിലാണ് റവന്യൂ റിക്കവറി നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപന പരിധികളിലെ വാടക വീടുകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ വിവരശേഖരണം പൂർത്തിയായതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. വാടക വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് വാടക ഇനത്തിൽ സർക്കാർ നിശ്ചയിച്ച തുക അനുവദിക്കാനുള്ള വിവരശേഖരണമാണ് പൂർത്തിയായത്. ജില്ലയിലെ 18 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 888 കുടുംബങ്ങളാണ് താൽക്കാലിക പുനരധിവാസ പ്രകാരം മാറി താമസിച്ചത്. സെപ്റ്റംബർ ആദ്യവാരം മുതൽ വൈത്തിരി താലൂക്ക് ഓഫീസിൽ നിന്ന് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തുക നിക്ഷേപിക്കുമെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ അറിയിച്ചു. വാടക അനുവദിക്കുന്നതിന് കുടുംബനാഥന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ രേഖപ്പെടുത്തിയ സത്യവാങ്മൂല ശേഖരണവും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. സത്യവാങ്മൂല നടപടി പൂർത്തീകരിച്ച 888 അപേക്ഷകളിൽ 363 എണ്ണത്തിൽ പരിശോധന പൂർത്തിയായി. മറ്റുള്ള അപേക്ഷകളിൽ പരിശോധന പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷൻ ക്യാമ്പസിൽ നിർമ്മിച്ച ചുറ്റുമതിൽ, പുതിയ കവാടം, സെക്യൂരിറ്റി ക്യാബിൻ എന്നിവ റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ അതിവേഗം പരിഹരിക്കാൻ സാധിക്കുന്ന തരത്തിൽ സാധാരണക്കാർക്ക് സമീപിക്കാൻ കഴിയുന്ന കേന്ദ്രമായി റവന്യൂ വകുപ്പിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും വകുപ്പ് ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്നും മന്ത്രി പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾക്കായി കളക്ടറേറ്റിലെത്തുന്നവർക്ക് മാനസിക ഉല്ലാസത്തിനുള്ള ഇടമായി കൂടി കളക്ടറേറ്റ് ക്യാമ്പസ് മാറണമെന്നും അതിനായി ശ്രമിക്കുന്ന ജില്ലാ ഭരണകൂടത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ പരിഹാരം കാണുന്നതിനും ജനകീയ പ്രശ്നങ്ങളിൽ ക്രിയാത്മക ഇടപെടൽ സാധ്യമാക്കുന്നതിനുമായി ജില്ലാ ഭരണകൂടം ജില്ലാ ജാഗ്രതാ മിഷൻ പദ്ധതി രൂപീകരിക്കുന്നു. പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നുള്ള സമയബന്ധിതമായ പരിഹാരം ഒരുക്കുന്നതിനുള്ള നടപടി ജില്ലാ ജാഗ്രതാ മിഷനിലൂടെ സ്വീകരിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ മാധ്യമ വാർത്തകൾ സത്വര നടപടിക്കായി ജില്ലാ ജാഗ്രതാ മിഷനിൽ നിന്നും ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറും. ഇതിനായി കളക്ടറേറ്റിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെ കളക്ടർ സൂപ്പർ 100 പദ്ധതിയുടെ ഭാഗമായി സൂപ്പർ ബുക്കത്തോൺ സംഘടിപ്പിക്കുന്നു. ജില്ലയിലെ ആദിവാസി തീരദേശ മേഖലകളിലുള്ള 9 മുതൽ 12 വരെ ക്ലാസുകളിലുള്ള പെൺകുട്ടികൾക്ക് ശാസ്ത്ര വിഷയങ്ങളിലെ പഠന ജോലി സാധ്യതകൾ മനസ്സിലാക്കി നൽകുകയും ആവശ്യമായ സഹായം ഒരുക്കുകയുമാണ് കളക്ടർ സൂപ്പർ 100 എന്ന പദ്ധതിയുടെ ലക്ഷ്യം. ശാസ്ത്രം, സാങ്കേതികം, എഞ്ചിനീയറിംഗ്, ഗണിത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പാഠ്യേതര പുസ്തകങ്ങളാണ് പൊതുജനങ്ങളിൽ നിന്നും ശേഖരിക്കുന്നത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി സെപ്റ്റംബർ 28 ശനിയാഴ്ച പുന്നമടക്കായലിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക പരിപാടികളോ മറ്റ് ആഘോഷങ്ങളോ ഇല്ലാതെ വള്ളം കളി മാത്രമായിട്ടായിരിക്കും നടത്തുക. റവന്യൂ വകുപ്പിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അപേക്ഷകൻ നിർബന്ധമായും സത്യവാങ്മൂലം നൽകണം. ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ ഇനി സത്യവാങ്മൂലവും അപ്ലോഡ് ചെയ്യണമെന്ന് സർക്കാർ ഉത്തരവിറക്കി. സത്യവാങ്മൂലം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ വരുമാന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച ആനുകൂല്യങ്ങൾ റദ്ദാക്കും. ഇക്കാര്യങ്ങളെക്കുറിച്ചും ഇതു സംബന്ധിച്ച നിയമ നടപടികളെക്കുറിച്ചും അറിവും ബോധ്യവും ഉണ്ടെന്നും ഈ സംഭവത്തിൽ സർക്കാരിന് വന്നിട്ടുള്ള നഷ്ടങ്ങൾ അപേക്ഷകനിൽ നിന്ന് ഈടാക്കുമെന്നും മനസ്സിലാക്കുന്നുവെന്ന് രേഖപ്പെടുത്തുന്ന സത്യവാങ്മൂലം
രേഖാമൂലം അപേക്ഷകൻ സാക്ഷ്യപ്പെടുത്തണം. കൃത്യമായ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ കഴിയുന്നത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മാത്രമാണെന്നും സർക്കാർ ഇതര മേഖലയിൽ ജോലി ചെയ്യുന്നവർ കൃത്യമായ വരുമാനം ബോധ്യപ്പെടുത്താതെയാണ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നതെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് റവന്യൂ വകുപ്പിന്റെ പുതിയ ഉത്തരവ്. റവന്യൂ സർവേ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ജില്ലാ കളക്ടർമാരുടെയും മുതിർന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെയും യോഗം എറണാകുളത്ത് തുടങ്ങി. റവന്യൂ മന്ത്രി കെ രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്നും നാളെയുമായാണ് ജില്ലാ കളക്ടർമാരുടെ യോഗം നടക്കുന്നത്. പട്ടയ സംബന്ധമായ വിഷയങ്ങൾ, ഭൂമി തരമാറ്റ പുരോഗതി, വിഷൻ ആൻഡ് മിഷൻ പുരോഗതി അവലോകനം, 100 ദിന പരിപാടി, ഓൺലൈൻ പോക്കുവരവ്, സർക്കാർ ഭൂമി സംരക്ഷണം, ഡിജിറ്റൽ സർവേ പുരോഗതി തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്തു. ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ, ജോയിന്റ് കമ്മീഷണർ എ ഗീത, അഡീഷണൽ സെക്രട്ടറി ഷീബ ജോർജ്, സർവേ ഡയറക്ടർ സിറാം സാംബശിവറാവു, വിവിധ ജില്ലാ കളക്ടർമാർ, അസിസ്റ്റന്റ് കമ്മീഷണർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.